ബികോം ഫോർത്ത് സെമസ്റ്റർ എൻവിറോൺമെൻറ്റൽ സ്റ്റഡീസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ചാപ്റ്റർ 3 സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് എൻവിറോൺമെൻറ്റിലെ ഒരു പാർട്ടാണ് എടുക്കുന്നത്. റീസെറ്റിൽമെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് എഫക്റ്റഡ് പീപ്പിൾ. Resettlement refers to physical relocation of displaced people to a new site, while rehabilitation focuses on assisting them to regain or improve their livelihoods and socio-economic status after displacement. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ the process of moving people to a different place to live because they are no longer allowed to live in the area where they are used to live in earlier. Also, they are adversely affected to improve, at least to restore their incomes and living standards. റീസെറ്റിൽമെൻറ്റ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ചെയ്യുക, അതായത് അത് എഫക്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ലാൻഡ് അക്വിസിഷൻ ആൻഡ് കോമ്പൻസേഷൻ നടത്തുക, റിലോക്കേഷൻ ആൻഡ് ഹൗസിങ്, പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇതാണ് റീസെറ്റിൽമെൻറ്റ് പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോസസ് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിനുള്ള കാരണങ്ങൾ. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്, അതായത് ഡാം, റോഡ്സ്, അർബൻ എക്സ്പാൻഷൻ, അതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്നത്, പുതിയതായിട്ട് ഡാം ഇതാക്കുന്നത്, റോഡ് നിർമ്മിക്കുന്നത്, അതെല്ലാം ഉൾപ്പെടുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ, മൈനിങ് പ്രൊജക്ട്സ്, ഇതെല്ലാം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പീപ്പിളിന് കാരണമാകുന്നുണ്ട്. അതുകൂടാതെ നാച്ചുറൽ ഡിസാസ്റ്റർ, അതായത് എർത്ത് ക്വേക്ക്, സൈക്ലോൺസ്, സുനാമി, ഫ്ലഡ്, ഇതെല്ലാം എന്തിന് കാരണമാകുന്നുണ്ട്? പീപ്പിളിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യാൻ സാധ്യതയാകുന്നുണ്ട്. പിന്നെ കോൺഫ്ലിക്ട്സ്, വാർ, ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ചാലഞ്ചസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ലാൻഡ് ഡിസ്പ്യൂട്ട് ആൻഡ് ഇൻഅഡ്യൂക്കേറ്റ് കോമ്പൻസേഷൻ, ട്രഡീഷണൽ ലിവ്ലിഹുഡ് ലോസ് ആകുക, പിന്നെ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു സോഷ്യൽ ഇൻ്റഗ്രേഷൻ, പിന്നെ ബ്യൂറോക്രാറ്റിക് ഹേർഡിൽസ് ആൻഡ് ഡിലൈസ്. ഇതാണ് ചലഞ്ചസിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് റീഹാബിലിറ്റേഷൻ സ്ട്രാറ്റജീസ് ആണ്. എക്കണോമിക് റീഹാബിലിറ്റേഷൻ, ഏതിലൂടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക, അതുകൂടാതെ ട്രെയിനിങ്സ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സോഷ്യൽ ആൻഡ് കൾച്ചറൽ റീഹാബിലിറ്റേഷൻ, കമ്മ്യൂണിറ്റി റീബിൽഡിങ് ചെയ്യുക. പിന്നെ എൻവിറോൺമെൻറ്റൽ കൺസിഡറേഷൻ, സസ്റ്റൈനബിൾ ലാൻഡ് യൂസ് ചെയ്യുക, സൈക്കോളജിക്കൽ സപ്പോർട്ടും കൗൺസിലിങ്ങും. ഓക്കെ.